DA കുടിശ്ശിക അനുവദിച്ചതിന് പിന്നാലെ സർക്കാർ ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സന്ദേശം. ഓരോ ജീവനക്കാരന്റെയും പേരെടുത്തു പറഞ്ഞാണ് വാട്സാപ്പ് സന്ദേശം എത്തുന്നത്. ബജറ്റിൽ പറഞ്ഞ ഓരോ വാഗ്ദാനങ്ങളും നടപ്പിലാക്കിയെന്ന് സന്ദേശത്തിൽ പറയുന്നു. സന്ദേശത്തിന് പിന്നാലെ വിമർശനവുമായി ജീവനക്കാരുടെ സംഘടനകളും രംഗത്തുണ്ട്. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സർക്കാർ തന്നെ മോഷ്ടിച്ചുവെന്ന് NGO അസോസിയേഷൻ ആരോപിച്ചു. ഇന്ന് രാവിലെ മുതലാണ് ജീവനക്കാർക്ക് വാട്സപ്പിൽ സന്ദേശം എത്തി തുടങ്ങിയത്. ചീഫ് മിനിസ്റ്റർ ഓഫീസ് കേരള എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന മെസ്സേജിൽ ജീവനക്കാരെ പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്നു. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ, പെൻഷൻകാരുടെ ക്ഷാമ ആശ്വാസം എന്നിവ വർദ്ധിപ്പിച്ചതും ഭവന നിർമ്മാണ അഡ്വാൻസ് പുനഃസ്ഥാപിച്ചതും സംബന്ധിച്ച വിവരങ്ങളാണ് സന്ദേശത്തിലുള്ളത്. കഴിഞ്ഞ ബജറ്റിൽ നൽകിയ പ്രധാന വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുന്നുവെന്ന് പറഞ്ഞ് സന്ദേശം ആരംഭിക്കുന്നു. ആകെ DA 35% വർദ്ധിപ്പിച്ചു. മാർച്ച് 1 ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ആദ്യം വർദ്ധിപ്പിച്ച 3% DAയും ഏപ്രിൽ 1 ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ഇപ്പോൾ വർദ്ധിപ്പിച്ച 10% DAയും കൈകളിലെത്തുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഡാറ്റ മോഷണത്തിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ. അടുത്ത തെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാരുടെ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഉള്ള ഒരു പ്രചരണം മാത്രമാണ്. ഫോൺ നമ്പറുകളിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് മറ്റു തരത്തിലും ഏതെങ്കിലും തരത്തിലേക്ക് പുറത്തേക്ക് പോകുവാനുള്ള സാധ്യതകളൊക്കെ ഞങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. മറുവശത്ത് അധ്യാപകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ബ്ലോക്ക് ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. സന്ദേശം വന്ന നമ്പർ ബ്ലോക്ക് ചെയ്താണ് ജീവനക്കാരുടെ പ്രതിഷേധം. മൈ നമ്പർ മൈ കൺസെന്റ് എന്ന ഹാഷ്ടാഗോടെയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.